ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നാ, ഒരു സീനിയർ സിറ്റിസിൻ്റെ സ്കിന്നൊക്കെ ടൈറ്റ് ആവുന്നതിനുള്ള ഏറ്റവും ഒരു അടിപൊളി ജെലാറ്റിൻ ഫേസ് പാക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഫേസ് പാക്കിൻ്റെ ഗുണം എന്താണെന്നോ, ഈ ജെലാറ്റിൻ എന്ന് പറയുമ്പോൾ അത് ആനിമൽ പ്രൊട്ടക്റ്റിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ല് അങ്ങനെയുള്ള പ്രൊട്ടക്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒന്നാണ് ജെലാറ്റിൻ. അതുകൊണ്ട് തന്നെ ധാരാളം പ്രോട്ടീനും അതുപോലെ തന്നെ പിന്നെ ആമിനോ ആസിഡ്സും ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കോളജൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഏറ്റവും നല്ല ഒന്നാണ് ജെലാറ്റിൻ കേട്ടോ. അപ്പോൾ ഈ കോളാജൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ സ്കിന്നിൽ വരുമ്പോഴുള്ള ഗുണം സ്കിൻ ടൈറ്റ് ആവുന്നതിനും ചുളിവുകൾ പോകുന്നതിനും പിന്നെ ചുളിവുകൾ വരാതിരിക്കുന്നതിനും വന്ന ചുളിവുകൾ പോകുന്നതിനും അതോടൊപ്പം തന്നെ ഇലാസ്റ്റിസിറ്റി കേട്ടോ, ഇലാസ്റ്റിസിറ്റി നിലനിർത്തുന്നതിനും. അപ്പോൾ ഇലാസ്റ്റിസിറ്റി നിലനിന്നാൽ തന്നെ നമ്മുടെ സ്കിൻ സാഗ് ചെയ്യുന്ന ടെൻഡൻസി കുറയും. അങ്ങനെ നമുക്ക് ഒത്തിരി പിന്നെ ഗുണങ്ങളുണ്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, മുഖക്കുരുള്ളവർക്കും അതുപോലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിന്നെ സൺ ഡാമേജ് മൂലമുള്ള സണ്ണിൽ നിന്നുള്ള ഡാമേജ്, ഒപ്പം തന്നെ വലിയ വലിയ മുഖത്തുണ്ടാകുന്ന പോഴ്സ്, സുഷിരങ്ങൾ, ഇതിനൊക്കെ ഒരു പ്രതിവിധിയാണ് ജെലാറ്റിൻ ഫേസ് പാക്ക് കേട്ടോ. ഇത് പിന്നെ നമ്മളുടെ പിന്നെ ഫേസിൽ മാത്രം ഇടാനുള്ളതല്ല കേട്ടോ, ഇത് നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഇത് കഴിക്കുന്നത് വേറെ പൊടിയാണ് നമ്മൾ വാങ്ങാൻ കിട്ടും, പിന്നെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ നമുക്ക് വേറെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ കഴിക്കുന്ന ഇത് നിങ്ങളുടെ കയ്യിൽ ജെലാറ്റിൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മുഖത്തും അപ്ലൈ ചെയ്യാം കേട്ടോ, അതിന് കുഴപ്പമില്ല. അപ്പോൾ ഇത് പല രീതിയിലും നമുക്ക് ഇത് കഴിക്കാം. അതായത് നമുക്കിത് കഴിക്കാം കേട്ടോ, പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാം. എല്ലാത്തിലും ഉപരി നമുക്ക് വാങ്ങാൻ കിട്ടും, ക്യാപ്സൂളായിട്ടാണെങ്കിലും പൗഡറായിട്ടാണെങ്കിലും ഒക്കെ നമുക്കിത് വാങ്ങാൻ കിട്ടും. അപ്പം അങ്ങനെ 3 രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വളരെ അത് ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് പാലിക്കണം. 1 സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി. ഇത് എല്ലുകൾക്കും അതുപോലെ മുടി, നഖം എല്ലാത്തിനും അറിയാമല്ലോ, എല്ലാത്തിനും കാൽസ്യം ഒക്കെ വേണം. അപ്പോൾ അതെല്ലാം ഈ ജെലാറ്റിനിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഞാനും ഇത് പുതിയതായിട്ടാണ് കേട്ടോ ഇത് പഠിക്കുന്നതൊക്കെ. അപ്പോൾ ഇത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പഠിച്ചിടത്തോളം നല്ല റിസൾട്ട് കിട്ടും. കാരണം ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ കോളാജൻ നമ്മൾ വാങ്ങി അതിൻ്റെ സപ്ലിമെൻ്റൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, സെയിം എഫക്റ്റാണ് ജെലാറ്റിൻ നിന്നും നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതാണ് ജെലാറ്റിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ അറിയാനുള്ളത് എങ്ങനെയൊക്കെ ഇത് കഴിക്കാം എന്നുള്ളതാണ്. കഴിക്കുമ്പോൾ നമുക്കിത് പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ അതിലിടാം, അതുപോലെ പിന്നെ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിലിടാം, ബേക്ക് ചെയ്യുമ്പോൾ അതിലിടാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിലിടാം, എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് കഴിക്കാം. 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ കഴിച്ചാൽ മതി കേട്ടോ. അധികമൊന്നും നമ്മൾ കഴിക്കണ്ട. എല്ലാ ദിവസവും 1 സ്പൂൺ നമ്മൾ തുടങ്ങുക. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ അത് 1.5 സ്പൂണാക്കാം, 2 സ്പൂണാക്കാം, ഒരു 3 മാസമൊക്കെ നമുക്ക് അടുപ്പിച്ച് കഴിക്കാം. അത് കഴിയുമ്പോൾ അങ്ങ് നിർത്തണം. കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ട കാര്യമില്ല. അത് കഴിയുമ്പോൾ നമുക്ക് അങ്ങ് നിർത്തണം. പിന്നെ 1 മാസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും നമുക്കിത് തുടങ്ങാം. അങ്ങനെ നമ്മൾ കഴിക്കാം. പണ്ട് കാലത്ത് ആൾക്കാർ സൂപ്പൊക്കെ വെച്ച് കുടിച്ചിരുന്ന ഇതിനാണ് കേട്ടോ. ഇന്നിപ്പം ഇന്നത്തെ തലമുറ, ഇപ്പം ഞങ്ങളുടെ തലമുറ തന്നെ സൂപ്പൊന്നും അങ്ങനെ നമ്മളങ്ങനെ വെക്കാറും കഴിക്കാറൊന്നുമില്ല. പക്ഷേ വളരെ നല്ലതാണ്. അത് സെയിം എഫക്റ്റാണ് ജെലാറ്റിന് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ കഴിക്കേണ്ട വിധം ഞാൻ പറഞ്ഞു, നമുക്ക് സൂപ്പ് കുടിക്കുന്ന ഗുണം കിട്ടുമെന്നും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യണേ, മുഖത്ത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു 40 വയസ്സിന് ശേഷമുള്ളവർക്ക് അപ്ലൈ ചെയ്താൽ മതിയാവും. പിന്നെ ചിലവരെ സംബന്ധിച്ച് പ്രിമിച്ചർ ഏജിങ് കൂടല്ല, ചെറുപ്പത്തിലേ ചിലവർക്ക് ഫൈൻ ലൈൻസും അതുപോലെ നെറ്റിയിൽ ചുളിവ്, ലാഫ് ലൈനൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം കേട്ടോ. ആഴ്ചയിൽ ഒറ്റ പ്രാവശ്യം ഇതിട്ടാൽ മതി, അല്ലാണ്ട് എല്ലാ ദിവസവും ഒന്നും ഈ പാക്ക് ഇടേണ്ട ആവശ്യമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മുഖക്കുരു, അതുപോലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇതൊരു വാക്യൂം ക്ലീനർ പോലെ പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. കാരണം ഈ നമ്മുടെ പോഴ്സിൻ്റെ അകത്തുള്ള എക്സസ് ഓയിലൊക്കെ വലിച്ച് എടുക്കാനും അതുപോലെ തന്നെ ഈ
മുഖക്കുരു ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഉണ്ടല്ലോ, അപ്പോൾ ആ ബാക്ടീരിയയെ നശിപ്പിക്കുന്നതിനും പിന്നെ മുഖത്തെ പൊടി, അഴുക്ക്, അന്തരീക്ഷത്തിൽ നിന്നുള്ള മലിനീകരണങ്ങളൊക്കെ നമ്മുടെ പോഴ്സിൻ്റെ അകത്ത് കയറിയിരിക്കുമല്ലോ. അപ്പോൾ ഇതിനെല്ലാം ഒരു വാക്യൂം ക്ലീനർ വലിച്ച് പുറത്തെടുക്കുന്ന പോലെ വലിച്ച് കളഞ്ഞ് വൃത്തിയാവും. അപ്പം നല്ല ഒന്നാന്തരം ക്ലെൻസറാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ മുഖക്കുരുവൊക്കെ ഉള്ളവർ ഇത് ഇടണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ടേബിൾ സ്പൂൺ എടുത്താൽ മതി ജെലാറ്റിൻ പൗഡർ. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ പിന്നെ നമ്മുടെ ലെമൺ ജ്യൂസ്, ഓക്കെ, ലെമൺ ജ്യൂസ് ഒഴിക്കുക, 1 സ്പൂൺ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുക. ഇതാണ് മുഖക്കുരു ഉള്ളവർക്കുള്ള ജെലാറ്റിൻ ഫേസ് പാക്ക്. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ ഏജ് ഒരു 50 എബോ ഉള്ളവർക്കുള്ള പാക്കാണ് ഞാൻ പറയുന്നത്. ഇതിന് നമുക്ക് വേണ്ടത് ജെലാറ്റിൻ പൗഡർ 1 ടേബിൾ സ്പൂൺ വേണം. അതോടൊപ്പം തന്നെ 1 എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതും വേണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ ജെലാറ്റിൻ പൗഡർ 1 സ്പൂൺ എടുത്തിട്ട് ഒരു ബൗളിൽ വെച്ചിട്ട് നമുക്ക് മൈക്രോവേവ് അവനുണ്ടെങ്കിൽ നല്ലതാണ്, അതിൽ ഒരു 5 സെക്കൻഡ് നമുക്ക് ചൂടാക്കാം. അതല്ല നിങ്ങളുടെ വീട്ടിൽ മൈക്രോവേവ് അവൻ ഇല്ലെങ്കിൽ നമുക്ക് ഡബിൾ ബോയിൽ സിസ്റ്റത്തിൽ ചൂടാക്കാം. അതായത് വെള്ളം തിളപ്പിച്ച ഒരു പാത്രത്തിലേക്ക് ഒരു ചെറിയ ബൗളിൽ ഈ 1 സ്പൂൺ ജെലാറ്റിൻ പൗഡർ എടുത്ത് അതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ചൂടാവും. അപ്പോൾ അങ്ങനെ ചൂടാക്കി നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 എഗ് വൈറ്റ് നന്നായിട്ട് പതപ്പിച്ച്, ഇപ്പോൾ എഗ് വൈറ്റ് മാത്രമല്ല, ഇപ്പോൾ മഞ്ഞ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ മഞ്ഞ ഇടാം കേട്ടോ, എഗ്ഗ് ഫുള്ളും ഇടാം. വൈറ്റ് മാത്രമാണെങ്കിൽ വൈറ്റ് മാത്രം ഇടാം. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ പൗഡർ 5 സെക്കൻഡ് ചൂടാക്കണം. അതിലേക്ക് 1 എഗ് വൈറ്റ് നന്നായിട്ട് പതപ്പിച്ച് അതിലിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. 20 മിനിറ്റിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കേട്ടോ, ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകണം. ഇതാണ് സീനിയർ സിറ്റിസൺ, അതായത് 50 വയസ്സിന് ശേഷമുള്ളവർക്ക് ഈ ഒരു പാക്ക് നിങ്ങൾ ആഴ്ചയിൽ 1 പ്രാവശ്യം ഇട്ടാൽ മതി കേട്ടോ. അതാണ് നിങ്ങൾക്ക് തരാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്കിപ്പോൾ നോർമലായിട്ട് ഒരു 40 വയസ്സിന് ശേഷമുള്ളവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ ചുളിവുകളും വരകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ പൗഡർ എടുക്കുക. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോ വെള്ളം എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം. ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്യുക. നോർമലായിട്ട് ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഒരു പാക്കും കൂടെ ഞാൻ പറയാം, അത് മിൽക്കാണ്. അപ്പോൾ മിൽക്ക് വെച്ച് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ പൗഡർ എടുക്കണം. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ, 3 വേണ്ട കേട്ടോ, ഒരു 1.5 ടേബിൾ സ്പൂൺ മതി, അല്ലെങ്കിൽ അധികം വെള്ളമായി പോകും. അപ്പോൾ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിക്കുക കേട്ടോ. മിൽക്ക് ഒഴിച്ചിട്ട് നമുക്കിത് 10 സെക്കൻഡ് ചൂടാക്കണം. അപ്പോൾ ചൂടാക്കേണ്ട വിധം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൈക്രോവേവ് അവനുണ്ടെങ്കിൽ അതിൽ വെച്ച് ചൂടാക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഡബിൾ ബോയിൽ സിസ്റ്റത്തിൽ ചൂടാക്കാം. എന്നിട്ട് നമുക്കത് തണുത്തിട്ട് കേട്ടോ, ചൂടാക്കിയിട്ട് ചൂടോടുകൂടി ഇടല്ലേ, തണുത്തിട്ടിട്ടാൽ മതി. അപ്പോൾ നമുക്കത് തണുത്തിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ 3 പാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മുഖക്കുരു ഉള്ളവർക്ക്, ഏജിങ് ആയിട്ടുള്ളവർക്ക്, നോർമൽ ഉള്ളവർക്ക് 3 അല്ല 4 പാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ജെലാറ്റിൻ പൗഡർ മേടിക്കാനുള്ള ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങളത് നോക്കി ഒരെണ്ണം മേടിച്ചോ. അധികം വിലയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിന് മണമില്ല, ഗുണമില്ല, ഒന്നുമില്ല കേട്ടോ. ഗുണമില്ല എന്നല്ല, മണമില്ല, ഫ്ലേവറൊന്നുമില്ല, അൺഫ്ലേവേർഡാണ്. അതുപോലെ നിറമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളിത് വാങ്ങി ഇത് ഉപയോഗിക്കുക. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. പിന്നെ വൈകിയ വേളയിൽ വിഷുവാശംസകൾ എനിക്ക് ആ സമയത്തൊന്നും എടുക്കാൻ പറ്റിയില്ല, തിരക്കിലായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ആഘോഷങ്ങൾ കഴിഞ്ഞു, വിഷുവോടുകൂടി നമ്മുടെ ആഘോഷങ്ങൾ കഴിഞ്ഞു, നമ്മൾ മഴ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ധാരാളം മഴ ഉണ്ടാവട്ടെ ഈ വർഷം ആശംസിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്നാൽ എന്നെ വായിച്ചെന്നെങ്കിൽ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലെല്ലാം ഷെയറും ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.